പാൽനില പൂച്ചൂടി വാലിട്ടു കണ്ണെഴുതി പൂൽനില മുറ്റത്തു നീ വന്നല്ലോ പൂത്തുമ്പി. പാതിര പൂഞ്ചൂടില്ല, പിന്നെ വാലിട്ട് കണ്ണും എഴുതിയില്ല അമ്മാളു. അപ്പം അമ്മാൾ എന്താ ഇത്രയും ധൃതിയായിട്ടോ എങ്ങനെയെന്നറിയാമോ? ഈ അമ്മാളൂന് ഒരുക്കുന്ന ആരാന്നറിയാമോ? അമ്മാളൂന് ഒരുക്കുന്നതാണ് സ്നേഹക്കുഞ്ഞ. സ്നേഹക്കുഞ്ഞ ആരാന്ന് നിങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ പപ്പി എയർപോർട്ടിൽ പോയപ്പോൾ കരഞ്ഞല്ലേ, ആ സ്നേഹക്കുഞ്ഞായി ഈ സ്നേഹക്കുഞ്ഞ അമ്മാനെ ഒരുക്കുന്നത്. അപ്പോൾ അമ്മയുടെയും താടിയപ്പൂപ്പൻ്റെയും മോൾ. അമ്മാളൂന് എങ്ങനെയുണ്ട് ഒരുക്കിയത് നിങ്ങളൊന്ന് പറയണേ, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അമ്മാളൂന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മാളൂന് വിളക്കൊടുങ്ങിയിരിക്കുകയാണ് ചമയവിളക്ക്. അമ്മാളൂന് ചമയവിളക്ക് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അമ്മാള് കാക്ക വിളക്കെടുത്ത്. ചമയവിളക്ക് ഭയങ്കര വെയിറ്റ്, അതുകൊണ്ട് കാക്ക വിളക്കുവാണെങ്കിൽ വെയിറ്റ് ഇല്ല. പിന്നെ ഈ വീഡിയോ എടുത്ത ആരാന്നറിയാമോ? സ്നേഹക്കുഞ്ഞ. അങ്ങനെ 9ാം വിളക്കാണ് ചമയവിളക്ക്. 10 ദിവസത്തിൽ ഉത്സവമാണ് കോവിലിലെ ഉത്സവം. പിന്നെ കോവിലിൽ നിന്ന് വിളക്ക് ഇറങ്ങിയതേ ഉള്ളൂ. പ്രാവശ്യം 2 ആനയാണ് ഉത്സവത്തിനുള്ളത്. ആദ്യത്തെ ആന ഭയങ്കര പാവമായിരുന്നു. 2ാമത്തെ ആന ഇത്തിരി വില്ലനായിരുന്നു. ആദ്യത്തെ ആനയുടെ തലയിൽ ഭഗവാന്റെ തിടമ്പ്. കോവിലിൽ നിന്ന് വിളക്കിറങ്ങി അഴകത്ത് മുക്കുവായി കൊലങ്ങറവള്ളി കൂടി താടിയപ്പൂപ്പൻ്റെ വീടിൻ്റെ മുന്നിലൂടെ കോവിലിൽ ചെന്ന് കയറും. താടിയപ്പൂപ്പൻ വിളക്കൊക്കെ കത്തിച്ച് വിളക്ക് വരാനായിട്ട് കാത്തിരിക്കുകയാണ്. താടിയപ്പൂപ്പൻ്റെ ഭാര്യയാണ് അപ്പുഅമ്മാമ. കൊട്ടും വിളക്കും മേളവും എല്ലാം വരുന്നത്. ആ ഓറഞ്ച് ഉടുപ്പിട്ട് ആണ് കുഞ്ഞൂസിൻ്റെ പാപ്പ. കുഞ്ഞൂസ് അമ്മാളുവിൻ്റെ ഫ്രണ്ടാണ്. 10ാമത്തെ ഉത്സവമാണ് ശിവരാത്രി ഉത്സവം. അതിന് വിളക്കല്ല, കാവടിയാണ്. ഈ വരുന്ന ആരാന്നറിയാമോ? അതാണ് അമ്മാൻ്റെ ബേബി അപ്പാപ്പൻ. ഒരുപാട് വിളക്കുണ്ടായിരുന്നു. 9 മണിക്ക് വിളക്കിറങ്ങി 12 മണിയായപ്പോൾ വിളക്ക് കയറുന്നു. കൂട്ടുകാരെ അമ്മാളു വായി വെച്ച അമ്മാളുവിൻ്റെ മൂക്കൂത്തി കളഞ്ഞുപോയി. ആള് മൂക്കൂത്തിയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് പോയതാ. മൂക്കൂത്തി കളഞ്ഞു പോയപ്പോഴത്തേക്ക് അമ്മാളുവിന് ഭയങ്കര വിഷമായി. പിന്നെ ഓരോ വഴികളിലും വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. കൊണ്ട് ഒരു ക്ഷീണവും ഇല്ല. ആ പോന്നു മനുമാമൻ്റെ മോളും വൈഫും ഒക്കെ പോന്നു. പിന്നെ ഈ പോകുന്ന കൂട്ടുകാരെ ആൻറ്റിമാരെ ഒന്നും അമ്മനെ പരിചയമില്ല. കണ്ടു എല്ലാവരും മെടുക്കിയായിട്ട് പോകുന്നത്. കോവിലിൽ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെയും രാത്രിയിലും കാക്കകൾക്കുണ്ട്. അമ്മാളൂന് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ അമ്മാളു സ്കൂളിൽ പോകുന്നോണ്ടല്ലേ. അമ്മാളു തിരുവനന്തപുരത്തല്ലേ. ഈ ആൻറ്റിമാരെ അമ്മാളിനെ എല്ലാവരെയും അറിയാം, പക്ഷെ പേര് അറിഞ്ഞൂടാ. അമ്മാളുവിനെ കാണുകയും ചിരിക്കുകയും ഒക്കെ വിളിക്കുന്നവരാ. ഈ പോകുന്ന ബേബി ആരാന്നറിയാമോ? നല്ല സുന്ദരിയല്ലേ. ആ ബേബിയുടെ പേരാണ് ഇന്ത്യ. ഭയങ്കര മെടുക്കാണ്. പുന്നി ആൻറ്റിയുടെ മോളാണ് ഇന്ത്യ. പച്ച ചുരിദാർ ഇട്ടുകൊണ്ട് പോകുന്നതാണ് പുന്നി ആൻറ്റിയുടെ അമ്മ. പിങ്ക് ചുരിദാർ ഇട്ട് പോകുന്നതാണ് അമ്മയെ പഠിപ്പിച്ച ആൻറ്റിയാണ്. ആൻറ്റിയുടെ പേരെന്താണെന്നറിയാമോ? സംഭവ. പിന്നെ ഇത് കുഞ്ഞാറ്റച്ചി. അച്ചച്ചേച്ചി അമ്മാൻ്റെ ഫ്രണ്ടാണ്. പിന്നെ അമ്മാളും മിനുകുഞ്ഞയും അമ്മയും ഒരു കുഞ്ഞയും എല്ലാവരും വരുന്നു. കോവിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മാളും അമ്മയും ഫ്രണ്ടിലായിരുന്നു. ഇപ്പൊ ബാക്കിലായി പോയി. താടിയപ്പൂപ്പൻ അമ്മാളുവിനെ അമ്പലത്തിൻ്റെ അടുത്ത് കുറച്ച് കറക്കി. അമ്പലത്തിന് ചുറ്റും 7 പ്രാവശ്യം ചുറ്റണം. അപ്പോൾ താടിയപ്പൂപ്പൻ അമ്മാളുവിനെ അമ്മയുടെ അടുത്താക്കി. താടിയപ്പൂപ്പനും സ്നേഹക്കുഞ്ഞയും അച്ഛനും അമ്മാളുവിനെ അമ്മയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7 വലം വെച്ചാലല്ലേ അമ്മാളുവിന് അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റൂ. പിന്നെ ദേ പോകുന്ന കുഞ്ഞാന്ന ചേച്ചിയുടെ അമ്മയും അമ്മാമ്മയും ഗൗരിയും അമ്മാളും സെയിം ഏജാണ്. പിന്നെ ഇത് 7ാമത്തെ ചുറ്റാണ്. ഇതുകൂടി കഴിഞ്ഞാൽ 7 വശത്തിലെ വിളക്ക് തീരും. പിന്നെ നാളെ കാബടിയാണ്. വൈകിട്ടാകുമ്പോൾ ഉത്സവം തീരും. പിന്നെ ഭഗവാന്റെ തിടമ്പ് ആനയിൽ നിന്ന് എടുക്കാൻ
ആണ്ടവനെ അറുമുഖനെ കാക്കണേ.